അമ്മേ, എന്റെ ആങ്ങളെ സമൂഹത്തിന്റെ മുന്നില് നീ നാണം കെടുത്തോടാ. പറയുന്നൊന്ന് കേക്ക്. മതി ചേച്ചി. എന്റെ നാശകാലത്ത് എന്റെ വയറ്റി വന്ന് പിറന്ന സർപ്പസന്തതി ഇവൻ എന്നെ കൊല്ലും. എടാ, നീ കാരണം ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. നീ ചേച്ചിക്ക് വേണ്ടി ഇവനോട് ക്ഷമിക്കും പ്രതാപ. ഇനി ഇവന്റെ ഭാഗത്തുനിന്ന് ഇതുപോലൊരു തെറ്റുണ്ടായ ഇവന്റെ കൈയും കാലും തല്ലി ഒടിച്ച് ഇവിടെ ഒരു മൂലക്കിടും. കേറി പോടാ അത്. പോകാൻ. പനി കുറവുണ്ട്. സന്തോഷം. എല്ലാ കാര്യത്തിലും എനിക്ക് വളരെ സന്തോഷമുള്ള ദിവസം ഇന്ന്. മാഡത്തെ ഇങ്ങനെ ക്ഷീണിച്ച് ഞാൻ കണ്ടിട്ടേ ഇല്ല. നാശം പിടിക്കാൻ ഓരോരോ പനി. വൈറലല്ലേ രാജു, പിന്നെന്തെയും കഴിയും. എന്ത് വൈറലാണെങ്കിലും ഋതിക മാഡത്തെ ഉപദ്രവിക്കുന്നവനെ ഞാൻ വെറുതെ വിടില്ല. പനിയാണെങ്കിലും ഇന്ന് സന്തോഷപൂർവ്വം മാഡം കിടന്നുറങ്ങും. കാരണം ഞാനിന്ന് ഋതിക മാഡത്തോട് എന്റെ പ്രണയം തുറന്നു പറയുന്ന ദിവസം. എന്താ രാജു? ഒന്നുമില്ല. മാഡം കിടന്നോ. ഇനി പതുക്കെ ആ കാര്യം പറഞ്ഞു തുടങ്ങാം. ഞങ്ങൾ തമ്മിലുള്ള പിണക്കം ഇവിടെ തീരണം. ഇന്നു മുതല് ഞങ്ങൾ പ്രണയിച്ച് പ്രണയിച്ച് ജീവിക്കാം. സത്യം പറഞ്ഞ തമ്മിൽ കണ്ട ആദ്യ കാലം മുതല് എനിക്ക് ഋതിക മാഡത്തോട് പ്രണയമായിരുന്നില്ല, ഇഷ്ടമായിരുന്നു, ആരാധനയായിരുന്നു, സ്നേഹമായിരുന്നു. പിന്നെ വർമ്മ സാറിന്റെ മകൾ എന്ന ബഹുമാനവും. എന്റെ അച്ഛൻ ജോലി ചെയ്ത സൂര്യമംഗലം കുടുംബത്തിലെ കുട്ടി എന്ന ബഹുമാനം. പിന്നെ ഒരു കാവലാളായി നടന്നതിന്റെ ഒരിഷ്ടം. പക്ഷേ അതല്ല ഭാര്യ ഭർത്തൃ ബന്ധമെന്ന ആ സത്യം ഞാൻ മനസ്സിലാക്കി. നമ്മൾ പരസ്പരം ആഗ്രഹിക്കുന്നത് പ്രണയമാണെന്ന തിരിച്ചറിവ് വൈകിയ എനിക്കുണ്ടായത്.